ഹലോ വെൽക്കം ടു സിംപ്ലി ലേൺ. ഇന്നത്തെ വീഡിയോ ഒരു ക്ലാസ് ലെസൺ അല്ല. ഇന്നത്തെ വീഡിയോ എന്താണ്, കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമുക്കറിയാം ഇറ്റ്സ് ജനുവരി 2026 ആൻഡ് നമ്മൾ 1 to 10 വരെയുള്ള സ്റ്റുഡൻസ് ഗോയിങ് ടു ഫേസ് ദ എക്സാം അല്ലേ. നമ്മളുടെ എക്സാമൊക്കെ ഒരു 1 മന്തോ ആൻഡ് ഫ്യൂ ഡേയ്സിൻ്റെ ഉള്ളിൽ നമ്മുടെ എക്സാമൊക്കെ വരികയാണ്. എന്ത് ചെയ്യണം, ഈ ഒരു ടൈം നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ഉപകാരപ്രദമാക്കണം, അതിനത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഉപയോഗപ്പെടുത്തണം. അപ്പോൾ ഇത്രയും ദിവസം, ഇത്രയും മന്ത്, ജൂണിൽ സ്റ്റാർട്ട് ചെയ്ത സ്കൂള് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ നമ്മൾ ജനുവരിയിൽ എത്തി നിൽക്കുന്നു അല്ലേ. ഒരുപാട് മന്ത് കഴിഞ്ഞു പോയി, മാസങ്ങൾ കഴിഞ്ഞു പോയി. ഇനി എന്ത് ചെയ്യണം, അന്നൊന്നും നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. ഇനി പഠിച്ചിട്ടുണ്ടെങ്കിലോ നിങ്ങൾക്ക് ഒന്നും കൂടി ഈസി ആയിരിക്കും. ഓക്കെ, പക്ഷേ നിങ്ങൾ അന്ന് പഠിച്ചിട്ടില്ലെങ്കിലും ഇറ്റ്സ് ഓക്കെ, വി ക്യാൻ സ്റ്റാർട്ട് നൗ. യെസ്, വി ക്യാൻ സ്റ്റാർട്ട് നൗ. നമുക്ക് വേണമെങ്കിൽ ഇപ്പം സ്റ്റാർട്ട് ചെയ്യാം. എന്നാലും എന്തിന് കഴിയും, നിങ്ങൾക്ക് നല്ലൊരു സ്കോർ മേടിക്കാൻ കഴിയും. ആ ഒരു വിശ്വാസമാണ് നിങ്ങൾക്ക് വേണ്ടത്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ചൊന്ന് ശ്രമിക്കുക. ഒരു കുറച്ച് ദിവസം എന്ത് ചെയ്യുക, എക്സാമിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യുക. ഇതാണിപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. വേറെ ഒരു വർക്കിലും ഏർപ്പെടാതെ എന്ത് ചെയ്യുക, പഠനത്തിന് വേണ്ടി ചിലവഴിക്കുക. ബിക്കോസ് വി ആർ സ്റ്റുഡൻസ് ആൻഡ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെക്കൊണ്ട് പറ്റുന്ന ഒരു മാർക്ക് സ്കോർ ചെയ്യുക. അല്ലാണ്ട് ഫുൾ മാർക്ക് സ്കോർ ചെയ്യണമെന്നൊന്നും ഇവിടെ പറയുന്നില്ല. ഓരോരുത്തർക്കും ഓരോ ക്യാപ്പബിലിറ്റി ഉണ്ട്. അതിനനുസരിച്ച് എന്ത് ചെയ്യണം, നമ്മളെ മാർക്ക് മേടിക്കണം, നമ്മുടെ കഴിവ് നമ്മൾ തെളിയിക്കണം. അങ്ങനെയാണ് വേണ്ടത്. അല്ലാണ്ട് ഒരു മാർക്ക് കുറഞ്ഞു പോയി, 2 മാർക്ക് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ് കരയുകയും അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയില്ല എന്ന് നമ്മൾ വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് കിട്ടിയ മാർക്ക് എന്താ, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് നമുക്ക് കിട്ടിയതാണ്. അതിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രൗഡ് ഓഫ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ എക്സാമിനൊക്കെ. ഇപ്പം ഇവൻ 10th SSLC ആണ് 10th. എല്ലാവരും പറയും SSLC ആയതുകൊണ്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം, അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യണം. അതങ്ങനെ അല്ല. കാരണം നമ്മൾ ഈ 1 to 9 വരെ വന്നിട്ടാണ് നമ്മൾ 10th എത്തുന്നത്. അല്ലാണ്ട് ഒരിക്കലും നമ്മൾ 1ാം ക്ലാസ് പഠിച്ചിട്ട് 10ാം ക്ലാസ്സിലേക്ക് നമ്മൾ എത്തുന്നതല്ലല്ലോ. ഈ 1 മുതൽ 9 വരെയുള്ളത് എന്താണ്, ഈ 10ാം ക്ലാസ്സിലെ SSLCയുടെ സ്റ്റെപ്സാണ്. ആ ഓരോ സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റേതായിട്ടുള്ള ഗൗരവത്തിൽ തന്നെ കണ്ടിട്ട് എന്ത് ചെയ്യണം, നമ്മൾ മുന്നോട്ട് പോകണം. അപ്പോഴേ നമുക്ക് അവസാനത്തെ സ്റ്റെപ്പ് അത്രയും ഈസി ആവുകയുള്ളൂ. നിങ്ങൾ 1ാം ക്ലാസ്സിലാണ് പഠിക്കുന്നതാണെങ്കിലും അത്രയും ഹാർഡ് വർക്ക് എടുത്തിട്ട്, അല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന ഒരു കുറച്ച് സമയം പഠിച്ചിട്ടാണെങ്കിലും, ഒരിത്തിരി സമയം പഠിക്കുക. അത്രയും പഠിച്ചിട്ടാണെങ്കിലും നിങ്ങൾ എക്സാം നല്ലപോലെ എഴുതണം. പാരൻസ് അത് ശ്രദ്ധിക്കണം. 1ാം ക്ലാസ്സിലെ കുട്ടികളുടെ കാര്യമൊക്കെ ഇപ്പോൾ 1ലല്ലേ എത്തിയിട്ടുള്ളൂ, ഇപ്പം തന്നെ എന്തിനാണ് നോക്കുന്നതെന്നൊക്കെ വിചാരിക്കുന്നുണ്ടോ. പക്ഷെ ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. നിങ്ങളെക്കൊണ്ട് ഇപ്പോൾ എന്ത് പഠിപ്പിക്കാൻ പറ്റുന്നോ അത് നിങ്ങൾ പഠിപ്പിക്കണം. ആൻഡ് 2ലെത്തുമ്പോൾ അത് കുറച്ചും കൂടെ ഗൗരവത്തിലേക്ക് വരും. 3ാം ക്ലാസ്, 4ാം ക്ലാസ്, 5ാം ക്ലാസ്, ഇങ്ങനെയാണ് നമ്മൾ 10th എത്തുന്നത്. 10th SSLC എന്ന് പറയുന്നത് എന്താണ്, ഒരു വായിക്കാനും അത്യാവശ്യം എഴുതാനും അത്യാവശ്യം എന്താണ് പഠിക്കാനൊക്കെ ഒരു കുട്ടിയാണെങ്കിൽ എന്തായാലും അവർക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അതിന് വേണ്ടിയിട്ടാണ് ഈ 1 to 9 വരെയുള്ള എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നത്. ഈ SSLCൻ്റെ ആ സമയത്ത് മാത്രം എന്ത് ചെയ്യരുത്, നിങ്ങൾ ബേസിക് പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കരുത്. എന്ത് ചെയ്യുക, നമ്മുടെ കണ്ടൻറ്റിൽ വേണം നമ്മൾ ശ്രദ്ധിക്കാൻ. അപ്പോൾ ഇതാണ് പറയാനുള്ളത്. എന്ത് ചെയ്യുക, ഒട്ടും വൈകിയിട്ടില്ല, ഇപ്പോൾ തുടങ്ങുക. ഇപ്പോൾ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് എന്ത് റിസൾട്ട് കിട്ടുന്നോ അതാണ് ബെസ്റ്റ് റിസൾട്ട്. ഓക്കെ, അത് ബെസ്റ്റ് റിസൾട്ടാണ്. ബിക്കോസ് നിങ്ങളുടെ ഹാർഡ് വർക്കിൻ്റെ പേ ഓഫാണ് അവിടെ കിട്ടിയിട്ടുള്ളത്. ദാറ്റ്സ് ദ ബെസ്റ്റ് റിസൾട്ട് ഫോർ അവർ സെൽഫ്. നമ്മളതിൽ എന്ത് ചെയ്യണം, ഹാപ്പി ആവണം. ഓക്കെ, വേറൊരാൾ അതിൽ ഹാപ്പി ആവുന്നുണ്ടോ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പം നിങ്ങൾ കുട്ടികൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കഴിയുന്ന പോലെ പഠിക്കുക, കഴിയുന്ന മാർക്ക് വാങ്ങുക. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അതേപോലെ നമ്മുടെ സിംപ്ലി ലേണിൻ്റെ കൂടിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാം. അപ്പം ഓൾ ദി ബെസ്റ്റ് ടു ഓൾ മൈ സ്റ്റുഡൻസ് ഔട്ട് ദർ ആൻഡ് yeah, okay, see you in the next video. Bye.